ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടെന്ന് പറയുന്നത് പ്രസംഗിക്കുന്നവരുടെ കഴിവോ നാം അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രത്യേകതയല്ല. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. നാം ദൈവത്തിന്റെ മന്ദിരമായതുകൊണ്ട് വി ആർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ക്യാരിങ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവ സാന്നിധ്യം കൊണ്ട് നടക്കുന്നവരാണ്. സ്തോത്രം. അത് സഭാഹോളിന്റെ അകത്ത് മാത്രമല്ല, നാം എവിടെ ചെന്നാലും അവിടെ ദൈവ സാന്നിധ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്ന ഞങ്ങളും നിങ്ങളുമെല്ലാം ദൈവ സാന്നിധ്യം വഹിക്കുന്ന ദൈവത്തിന്റെ മന്ദിരങ്ങളാണ്. അവിടെ ആരാധന ഉയരും, അവിടെ സ്തോത്രത്തിന്റെയും സ്തുതിയുടെയും മുഴക്കമുണ്ടാകും. അവരെ തടഞ്ഞു നിർത്തുവാൻ ആർക്കും കഴിയത്തില്ല. ആരും വന്നില്ലെങ്കിലും ദൈവ സാന്നിധ്യം ഇവിടെ ഉള്ളതോ എന്റെ ഇടത്തും വലത്തും ഇരിക്കുന്നവർക്ക് പകർന്നു കൊടുക്കുവാൻ എന്റെ പക്കൽ ഒരു ദൈവകൃപയുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ കർത്താവ് സ്തോത്രം ചെയ്യും. അല്ലെങ്കിൽ നാം സന്തോഷത്തോടെ ഹല്ലേലൂയ സമാധാനത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം അറിയുന്നില്ല നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന വ്യക്തി ഏത് തരത്തിലൂടെ ആയിരിക്കുന്നത്. ചിലപ്പോൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൈ തന്നേക്കാം, അല്ല കാണുമ്പോൾ നന്നായി ഒരു പ്രൈസ്തോടൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ അകത്തേറ്റം മുറിവുകൾ അറിയണമെങ്കിൽ നാം ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കണം. നിങ്ങൾ പ്രാപിച്ച അഭിഷേകത്താൽ, നിങ്ങൾ പറയുന്ന ആത്മീയ വചനത്താൽ ഇന്ന് രാത്രി ചിലർ സൗഖ്യമാകുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇതിന് വലിയ ശക്തമായ വലിയ ഒച്ചയും ബഹളമൊന്നും വേണ്ട. നിങ്ങൾ ആത്മാവിൽ ജാഗരിക്കുമ്പോൾ അത് പകരുന്ന ദൈവിക കൃപയാണ്, അത് അഭിഷേകമാണ്. ആ ദൂതാണ് ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. ധാരാളം കേട്ട് തഴമ്പിച്ച ഒരു പ്രസംഗം ഇന്ന് രാവിലെ അല്ലെങ്കിൽ ദേവദാസന്മാരുടെ സഹോദരന്മാരുടെ മീറ്റിംഗിൽ ദേവദാസന്മാർ ഓർപ്പിച്ച പ്രകാരം പറയുമ്പോൾ തന്നെ അതിന്റെ ബാക്കി അറിയാവുന്ന ജനം അവിടെ ഇരിക്കുന്നത്. സ്തോത്രം. ദേവദാസന്മാർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന്റെ അപ്പുറത്ത് ഇതും കൂടെ പറഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് വചനത്തിൽ നല്ല ഗ്രാഹ്യമുള്ളവരായിരിക്കുന്ന എനിക്ക് നല്ല ബോധ്യമുണ്ട്. ശക്തമായ ദേവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 12-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ തന്നുകൊണ്ടിരിക്കുന്ന ചില ചിന്തകൾ ഞാൻ തുറമാനമായി സംസാരിക്കുന്ന ഒരു ചിന്തയാണ്. അത് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 2 Corinthians chapter 12 verse 7 through 10. വളരെ പരിചയമുള്ള വേദഭാഗമാണ്. ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഈ പ്രസംഗം നന്നായിട്ട് അറിയാം. വിശേഷമായ 9-ാം വാക്യം നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ പ്രസംഗങ്ങളിലുമൊക്കെ എത്രയോ പ്രാവശ്യം നമ്മൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. നാം അല്ലെങ്കിൽ ക്ഷീണിച്ചു പോകുന്ന സ്ഥാനത്തൊക്കെ ഒരു സാക്ഷ്യം പറയുവാൻ അവസരം കിട്ടിയാൽ ഒരു പാട്ടിന്റെ കൂട്ടത്തിൽ ചേർന്ന് പറയും, ഹല്ലേലൂയ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എന്നാൽ ഇന്ന് രാത്രി അത് അനുഭവത്തിൽ നിന്ന് പറയുവാൻ പ്രാഗൽഭ്യം ലഭിച്ച ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും നാം അതിനെ ഹല്ലേലൂയ ഒറ്റ അർത്ഥത്തിൽ നമ്മുടെ കഷ്ടതയിലും വേദനയിലും മാത്രം ഹല്ലേലൂയ ദൈവകൃപ കൊണ്ട് പൊതിയുന്നു എന്ന് പറഞ്ഞു നിർത്തുന്നു. അപ്പോൾ തന്നെ നല്ല കൃപയാണെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പെന്തക്കോസ്തിന്റെ ഹല്ലേലൂയ ചിത്രം വരച്ചു കഴിഞ്ഞാൽ, നല്ല കൃപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി പ്രസംഗിച്ചാൽ പറയും നല്ല കൃപയുള്ള ദൈവദാസന. പ്രവചനം ഉണ്ടെങ്കിൽ പറയും നല്ല കൃപയുള്ള ദൈവദാസന. പാടാനും പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞാൽ 4 പേരെ ഇംപ്രസ് ചെയ്യത്തക്കവണ്ണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലോകം ഇട്ടിരിക്കുന്ന ഒരു പേരായി അതങ്ങ് അകപ്പതിച്ചു പോയില്ലേ, നല്ല കൃപയുള്ള ദൈവദാസനാണെന്നോ ദൈവദാസിയാണെന്നോ. എന്നാൽ പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത് എന്തെങ്കിലും പ്രകടിപ്പാനുള്ള കൃപയാണോ ഇത്? ഇന്ന് രാത്രികാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, പൗലോസ് അനുഭവിച്ച ആസ്വദിച്ച ജീവിതകാലം മുഴുവൻ കൊണ്ടു നടന്ന കൃപയുടെ അളവറ്റ വലിപ്പം ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൊച്ചു ജീവിതം ഹല്ലേലൂയ 6 അടി മണ്ണിൽ നിന്ന് ഒടുങ്ങി തീർന്നതിന് മുമ്പ് ദൈവ കൃപയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ, അത് ആത്മാവിൽ ആസ്വദിക്കുവാൻ ഭാഗ്യം ലഭിച്ചാൽ നാം ക്രിസ്തുവിൽ ധന്യരായി. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നു, ഹല്ലേലൂയ, കർത്താവ് എന്നോട് സംസാരിക്കുന്ന പോലെ മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു, എന്റെ കൃപ നിനക്ക് മതി. അവിടെ കൊണ്ട് തീരുന്നില്ല. ഹല്ലേലൂയ. ആ കൃപ അല്ലെങ്കിൽ ആ ശക്തി നിന്റെ ബലഹീനതയിൽ നിന്നെ പെർഫെക്റ്റ് ആക്കി തികഞ്ഞവനാക്കി മാറ്റും. ബലഹീനരെ തികഞ്ഞവനാക്കുന്ന ശുശ്രൂഷ പലയിടത്തും കാണാറില്ല. വേദികളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയാൻ പറ്റും, നിങ്ങളുടെ ക്ഷീണം ഇന്ന് രാത്രി മാറും, നിങ്ങളുടെ രോഗം മാറുമെന്ന്. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറയുന്നവർ ഞങ്ങളൊക്കെ അങ്ങ് പോകും. പക്ഷെ നിങ്ങളുടെ ബലഹീനതയിൽ കൂടെ ഇരുന്ന് നിങ്ങളുടെ ബലഹീനതയിൽ നിങ്ങളെ തികഞ്ഞവനാക്കി മാറ്റുന്ന ഒരു കൃപയുണ്ടെന്ന സത്യം ഇന്ന് രാത്രി സഭ മറന്നു പോകല്ലേ. ഹല്ലേലൂയ. അതുകൊണ്ടല്ലയോ താൻ തുടർന്ന് പറയുന്നത് 7-ാം വാക്യം മുതൽ വായിച്ചു പോയതിന്റെ 9-10 വാക്യങ്ങൾ പറയുന്നു, അത് നിമിത്തം അല്ലെങ്കിൽ ആകയാൽ ഞാൻ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. Once he recognized the abounding grace in his life, now he is able to pronounce that I am ready to boast even in my affliction. തന്റെ മേൽ വ്യാപരിക്കുന്ന കൃപയുടെ അളവറ്റ വലിപ്പത്തിന്റെ ആ മാഗ്നിറ്റ്യൂഡ് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ പറയുക, now I can rejoice in my affliction. ഇപ്പോൾ എനിക്ക് എന്റെ ബലഹീനതയിൽ പ്രശംസിക്കാമെന്ന്. എന്താ നമ്മുടെ ബലഹീനതകളെ നാം പലപ്പോഴും പരാതികളായി പരിഭവമാക്കി, അയ്യോ ഇങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത്. എന്റെ ബലഹീനതയിലും എന്നെ ഒരു തികഞ്ഞവനാക്കി നിർത്തുന്ന ഒരു ദൈവ
ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി കഷ്ടതയോ ബുദ്ധിമുട്ടോ ഉപദ്രവമോ അല്ലെങ്കിൽ ഞെരുക്കമോ ഒക്കെ ഞാൻ സഹിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് പൗലോസ് 10-ാം വാക്യം ഇങ്ങനെ അവസാനിപ്പിക്കുന്നു: ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാകും. ഇന്ന് രാത്രി അതൊന്ന് പറയാൻ നമുക്ക് പറ്റുമോ? When I am weak, I am strong. ഹല്ലേലൂയ. വീക്കായവരെ മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടം, എവിടെങ്കിലും ഒരു പോരായ്മ പറ്റിയാൽ പിന്നെ അവരെ മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടം. പക്ഷെ പൗലോസ് പറയുന്നു, ഞാൻ എവിടൊക്കെ ബലഹീനനായി, പാപത്തിന്റെ ബലഹീനതയല്ലേ പറഞ്ഞു വരുന്നത്, ജീവിതയാത്രയിൽ തളർന്നു പോയ ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഞാനും ഒരു ശക്തനാണെന്ന്. ഇന്ന് രാത്രികാലം ആദരം തളരുമ്പോഴും ശരീരം ക്ഷീണിക്കുമ്പോഴും മനസ്സ് മടുക്കുമ്പോഴും ജീവിതയാത്രയിൽ പലപ്പോഴും കാലുകളിൽ വീഴുമ്പോഴും ധൈര്യത്തോടെ പറയുവാൻ ആത്മാവിൽ തയ്യാറാകണം. When I am weak, then I am strong. ഹല്ലേലൂയ. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ ശക്തനായി മാറുകയാണ്. ഹല്ലേലൂയ. ഈ കൊരിന്ത്യ ലേഖനം ഹല്ലേലൂയ 2 ലേഖനം വളരെ പ്രസിദ്ധമായ 2 ലേഖനമാണല്ലോ ഈ കൊരിന്ത്യ ലേഖനം. വചനം പഠിപ്പിക്കുന്ന, വചനം നന്നായി അറിയാവുന്ന ദൈവദാസന്മാരാ ഇവിടെയുള്ള ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ തന്നാൽ സ്ഥാപിക്കപ്പെട്ട സഭയാണ് കൊരിന്ത്യ സഭ എന്ന് നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിൽ ആ സംഭവം നാം കാണുന്നുണ്ട്. സഭയിലെ പ്രഗത്ഭമായ വിശ്വാസികളുടെ പേരൊക്കെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിൽ കാണാം. അല്ലെങ്കിൽ അഖിലായും പ്രിസില്ലയും ക്രിസ്പോസ് എന്ന പള്ളിപ്രമാണിയും യൂസ്തോസ് എന്ന പട്ടണ സഭയോട് ചേർന്ന് താമസിക്കുന്ന വ്യക്തികൾ, അങ്ങനെ ധാരാളം പേര് ചേർന്ന് ഉള്ള ആ സഭ, അപ്പോസ്തലൻ ഹല്ലേലൂയ നട്ടുണ്ടാക്കിയ സഭ കഷ്ടതയിലും പ്രയാസത്തിലുമൊക്കെ ആയിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സഭയൊന്ന് വളർന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ ആൾക്കൂട്ടം, ആത്മീയമായ സഭ വളർന്നു, ഭൗതികമായ സഭ വളർന്നു. ഇനി പൗലോസിന്റെ ആഗ്രഹങ്ങളൊക്കെ നാം വായിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറഞ്ഞവരായി മാറരുത്, എല്ലാവരും ആത്മാവിൽ വളരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സമ്പൽ സമൃദ്ധമായ സമ്പുഷ്ടമായ ഒരു സഭയാണ് കൊരിന്ത്യ സഭ. സഭ എണ്ണത്തിൽ പെരുകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കാലഘട്ടത്തിൽ അറിയാവുന്ന പോലെ തന്നെ പ്രശ്നത്തിന് ഒരു കുറവുമില്ല. സഭ വളരുമ്പോൾ ഓർക്കണം, കൃപയും കൃപാവരവും അഭിഷേകവും ആത്മീയതയും പ്രസംഗവും വചനവും ഒക്കെ നന്നായി വരുമ്പോൾ അവിടെയും വെളിപ്പെടും ശത്രുവിന്റെ നാമ്പുകൾ തലമുക്കുവാൻ ഇടയായിത്തീരും. ഒരു സഭയും ഇൻസുലേറ്റഡ് അല്ല. അകത്ത് തന്നെ വിഷയങ്ങളുടെ കൂമ്പാരം ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരും. ഒന്നിലധികം പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്നത്? ദൈവസഭയിൽ ഉണ്ടായിരിക്കുന്ന ചെറുതും വലുതുമായ ആത്മീയ വിഷയങ്ങളെ, ഉപദേശവിരുദ്ധമായ കാര്യങ്ങളെ, പണ്ട് കണ്ടതിന് വിരുദ്ധമായ കാര്യങ്ങൾ ആലയത്തിൽ തലവെക്കുമ്പോൾ അതിനൊരു മറുപടി കിട്ടാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസിന് കത്ത് മുഖേനയും ദൂരസ്ഥനായിരിക്കുന്ന പൗലോസിനെ വിശ്വാസികളും മൂപ്പന്മാരും ഒക്കെ 100 കണക്കിന് ചോദ്യങ്ങൾ എഴുതി ചോദിക്കുകയാണ്. ദൂതന്മാർ മുഖാന്തരം എഴുതി ചോദിക്കുക, എങ്ങനെയാ ഞങ്ങളുടെ സഭ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, സഭ എങ്ങനെയാ നടത്തേണ്ടത്, സ്ത്രീകൾക്ക് സഭയിലുള്ള സ്ഥാനം എന്താണ്, കർത്താവിന്റെ വിശുദ്ധ മേശ എങ്ങനെ ഞങ്ങൾ ആചരിക്കണം, സഭയിൽ വസ്ത്രധാരണം എങ്ങനെയായിരിക്കണം, വിശുദ്ധനെന്ന് പേർപ്പെട്ടവൻ അശുദ്ധിയുടെ മർമ്മം കൊണ്ട് നടക്കുമ്പോൾ അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇങ്ങനൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചോദ്യങ്ങൾ എഴുതുകയാണ്. സഭക്കാലിയ 2 വിശ്വാസികൾ തമ്മിൽ ഒരു കൊച്ചു പ്രശ്നമുണ്ടായാൽ അതിനെ വലിച്ചിഴച്ച് കോടതി വരാന്തകളിൽ സമയം ചെലവാക്കുന്ന വിഷയത്തെ സഭ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇങ്ങനെ 100 കണക്കിന് ചോദ്യങ്ങൾ പൗലോസ് എഴുതി ചോദിക്കുന്നു. അതിനുള്ള മറുപടിയാണ് ഈ 2 ലേഖനങ്ങൾ പൗലോസ് എഴുതുന്നത്. അന്നത്തെ കൊരിന്ത്യ സഭയ്ക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എഴുതിയെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായിരിക്കുന്ന സകല ഉപദേശങ്ങളും ഈ 2 ലേഖനത്തിനകത്തുണ്ട്. ദൈവസഭ കൃത്യമായി ഈ വചനം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സഭകളിൽ ഉണ്ടാകുന്ന പകുതി പ്രശ്നങ്ങൾക്കും പരിഹാരമായി. വിവിധ വിഷയങ്ങള്, വിഭിന്നത ഒക്കെ അവിടെ തലവെക്കുകയാണ്. അങ്ങനെ 100 കണക്കിന് ചോദ്യങ്ങൾ എഴുതി ചോദിച്ചതിന് ശേഷം ഏറ്റവും ഒടുവിലായി തനിക്ക് നേരെ ഉയർന്ന ഒരു ചോദ്യത്തിന് പൗലോസ് മറുപടി പറയുന്നതാണ് 2 കൊരിന്ത്യർ 10 മുതലുള്ള അധ്യായങ്ങൾ. ആ ഭാഗം ഒന്ന് പറഞ്ഞാണ് എന്റെ വാക്ക് അവസാനിപ്പിക്കാൻ പോകുന്നത്. Now he is dealing with this personal issue. തനിക്ക് നേരെ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി ചോദ്യങ്ങൾ, സഭയിലെ വിഷയങ്ങൾ ചോദിച്ചിട്ട് ഒടുവിലായി പൗലോസിന് നേരെ അവർ വിരൽ കൊണ്ടാൻ തുടങ്ങി. പുതിയതായി വന്ന വിശ്വാസികളായിരിക്കാം. അവിടെ പൗലോസ് ഇങ്ങനെ കേൾക്കുന്നു, സഭയിൽ ഞാൻ വിഭാഗീയത ഉണ്ടെന്ന് കേൾക്കുന്നുവല്ലോ. കുറച്ചുപേരൊക്കെ പറയുന്നു ഞങ്ങൾ ആരുടെ പക്ഷക്കാരാ? പൗലോസിന്റെ പക്ഷക്കാർ. കുറച്ചുപേര് പറയുന്നു ഞങ്ങൾ അപ്പൊല്ലോസിന്റെ പക്ഷക്കാർ. ഞാൻ ആയിരുന്നെങ്കിൽ 2 കൈയും പൊക്കി സ്തോത്രം പറഞ്ഞേനെ, എന്റെ കൂടെ നിൽക്കാനും 10 പേരുണ്ടല്ലോ. പക്ഷെ പൗലോസ് അതിനെ ശക്തിയുക്തം എതിർക്കുക. ഇന്ന് രാത്രി ആകുമ്പോൾ നമുക്ക് നേരിട്ടെടുക്കാൻ പറ്റുമോ? എവിടെ വിഭാഗീയത തലപൊക്കുന്നോ അതിനെതിരെ ദുഃഖിക്കുന്ന ഭക്തന്മാരെ കാലഘട്ടത്തിന് ആവശ്യമാണ്.
ക്രൈസ്തവ പേരിലും പെരുമയ്ക്കും വേണ്ടി പക്ഷമുണ്ടാക്കുമ്പോൾ, പാർട്ടി ഉണ്ടാക്കുമ്പോൾ, പാനൽ ഉണ്ടാക്കുമ്പോൾ ഭക്തന്മാർ ദുഃഖിക്കുന്ന സത്യം ഇന്ന് രാത്രി സഭ മറക്കരുത്. പൗലോസ് ചോദിക്കുകയാണ്, ഹല്ലേലൂയ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടോ? ഞാൻ എന്റെ നാമത്തിലാണോ നിങ്ങൾ സ്നാനം കഴിപ്പിച്ചത്? പൗലോസ് നട്ടു, ശരിയാണ്. അപ്പൊല്ലോസ് അത് നനച്ചു, ശരിയാണ്. പക്ഷെ വിത്തിന് വളരുവാൻ അകത്ത് ജീവൻ കൊടുത്ത ഒരുവനുണ്ട്, അവന്റെ പേര് യേശു. നട്ടവനും നനയ്ക്കുന്നവനും ഭേദമില്ല, വളരുമാറാക്കിയവൻ ദൈവം. പൗലോസിന്റെ പേരിൽ പക്ഷമുണ്ടാകുമ്പോൾ, അപ്പൊല്ലോസിന്റെ പേരിൽ സഭയിലല്ല, സഭ നട്ടവന്റെ പേരിലും പക്ഷം, വാക്വൈഭവമുള്ള അപ്പൊല്ലോസിനെ കുറിച്ച് പറയുന്നത് he was an eloquent speaker, നല്ല വാക്ചാമർത്ഥ്യമുള്ള ഒരു പ്രാസംഗികനായിരുന്നു. പ്രസംഗകന്റെ പേരിൽ പാർട്ടി, ഇതൊന്നും സ്വർഗം പൊറുക്കുന്ന കാര്യമല്ലെന്ന് അതിനെ മുളയിലെ നുള്ളുവാൻ കഴിവുള്ള ദൈവദാസന്മാർക്കായി ഇന്ന് രാത്രി എത്ര പേർ സ്തോത്രം ചെയ്യും? നിങ്ങൾ ഇന്ന് രാത്രി തയ്യാറാകണം, ഞാൻ തയ്യാറാകണം. എവിടെങ്കിലും വിഭാഗത, അത് സഭയ്ക്കകത്തായാലും കുടുംബത്തിനകത്തായാലും സംഘടനയ്ക്കകത്തായാലും എവിടെങ്കിലും പാർട്ടി നിലനിർത്തിയാൽ അതിനെ നാമ്പ് കൊള്ളുവാൻ കരുത്തുള്ളവർ എഴുന്നേൽക്കുന്ന കാലഘട്ടമാകട്ടെ. വളരുമാറാക്കിയത് ദൈവം എന്ന് പറയുവാൻ ഞാൻ എന്റെ സഭയെ പണിയും. ക്രൈസ്തവ എല്ലാവരുടെ സഭ പണിയുവാൻ എന്റെ കർത്താവിനെ കിട്ടത്തില്ല. എല്ലാവരുടെ സഭ പണിയുവാൻ എന്റെ കർത്താവിനെ കിട്ടത്തില്ല. ഞാൻ പണിയുന്ന സഭയിൽ നിങ്ങൾക്ക് കൂട്ടുവേലക്കാരായി നിൽക്കാം. ഞാൻ പണിയുന്ന സഭയിൽ നിങ്ങൾക്ക് കൃഷിയായിട്ട് നിൽക്കാം. ഞാൻ പണിയുന്ന സഭയിൽ കെട്ടിടത്തോട് ചേർന്ന് നിൽക്കുന്ന യുക്തമായ കല്ലായി നിങ്ങൾക്ക് നിൽക്കാം. ആരെങ്കിലും പണിത സഭ പണിയുവാൻ എന്റെ കർത്താവിനെ കിട്ടത്തില്ല. I will build my church. ഞാൻ എന്റെ സഭയെ പണിയും. അതിനെയാണ് പാതാള ഗോപുരങ്ങൾ ജയിക്കാത്തത്. ആ സഭയ്ക്ക് നേരെ ഉയർന്നു പോകുന്ന പാതാള ഗോപുരത്തിന്റെ വലിപ്പം എത്ര ഉയർച്ചയുള്ളതാണെങ്കിലും, എത്ര ശക്തിയുള്ളതാണെങ്കിലും, ഇന്ന് രാത്രി ആത്മാവ് വിളിച്ചു പറഞ്ഞാട്ട്, ഇന്ന് രാത്രി അതിനെ ജയിക്കുന്ന ഒരു പാതാള ഗോപുരവും ഉണ്ടായിട്ടില്ല. Praise the Lord. Hallelujah. ആ പൗലോസിന്റെ വിഭാഗിനെ ആദ്യമേ ഖണ്ഡനം ചെയ്യുക. എന്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കരുത്, എന്റെ പേരിൽ പക്ഷം പിടിക്കരുത്, എന്റെ നാമം ചൊല്ലി സഭയിൽ വഴക്കുണ്ടാക്കരുത്. ഞങ്ങൾ ആരും ഒന്നുമില്ല, ഞങ്ങളൊക്കെ ദൈവം അയച്ച ദൈവദാസന്മാരാ. ദൈവദാസന്മാർ അങ്ങനെ ചിന്തിക്കട്ടെ, ദൈവദാസന്മാരെ അങ്ങനെ കാണുന്ന ഒരു സമൂഹമുളവാകട്ടെ. Praise the Lord. Hallelujah. പിന്നീട് അവർ ചോദിക്കുന്ന ചോദ്യം, ഇവൻ യഥാർത്ഥത്തിൽ അപ്പോസ്തലനാണോ? ഒരു സംശയമാ. ഈ പൗലോസിന് വലിയ വെളിപ്പാട് വല്ല ഉണ്ടോ? സ്വർഗീയ ദർശനം വല്ല ഉണ്ടോ? ഞങ്ങളുടെ കണക്കുകൂട്ടലിൽ വെച്ചിരിക്കുന്ന വലിയ അപ്പോസ്തലന്മാരുണ്ട്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അവരുടെ കൂട്ടത്തിൽ ഒരു കസേരയിട്ട് ഈ പൗലോസിനെയും കൂടെ ഞങ്ങൾക്ക് ഇരുത്താൻ പറ്റുന്ന പോളമങ്ങ്, പീറ്റർ, ജോൺ, ജെയിംസ്, ഞങ്ങൾക്ക് അവരുടെ കൂട്ടത്തിൽ പൗലോസിനെ എണ്ണാൻ പറ്റുമോ? ഇങ്ങനെ ഒരു ചോദ്യം ദൈവമക്കളെ നിങ്ങളോടാ ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി മനസ്സിലാക്കണം. Hallelujah. When we stand in the same show of Paul, what kind of response you will have? നിങ്ങൾക്ക് അങ്ങനെയുള്ളിടത്ത് എങ്ങനെ ഒരു പ്രതികരണമാണ്? ആരെങ്കിലും വായിച്ചാട്ടെ അതിന്റെ 8-ാം വാക്യം. 2 Corinthians chapter 10 verse 12 verse 8. തന്റെ ജനത്തിലുള്ള മുള്ളു വിട്ടു നീങ്ങാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഓർക്കമല്ല ഏത് മുള്ളാണ്, ഒത്തിരി മുള്ളുണ്ട് കേട്ടോ. അതിനെ പണ്ഡിതന്മാരും തിയോളജന്മാരൊക്കെ വ്യാഖ്യാനിച്ച് ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ കുറെ വായിച്ചിട്ടും പഠിച്ചിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ അതിന് രാത്രി വ്യാഖ്യാനിക്കാൻ പോകുകയല്ല. പ്രൈസ്തലോണിയ. എന്നെ വിട്ടു നീങ്ങാത്ത എന്തെങ്കിലും വന്നാൽ കൃപ കൊണ്ട് അതിനെ മാറ്റാൻ എത്ര പേര് ഇന്ന് രാത്രി തയ്യാറാണ്? പ്രൈസ്തലോണിയ. പലവട്ടം അപേക്ഷിച്ചിട്ടും ഇന്ന് രാത്രി പറയുവാൻ കഴിയണം, ആ കൃപ എനിക്ക് മതിയെന്ന്. ഹല്ലേലൂയ. മുള്ളുകൾ പല സ്ഥലത്തു നിന്നാണ് വരുന്നത് കേട്ടോ. സഭയ്ക്കകത്തു നിന്നുള്ള മുള്ളു വരും, സഭയ്ക്ക് പുറത്തുനിന്ന് മുള്ളു വരും. അല്ലെങ്കിൽ ആത്മീയ ലോകത്തിനകത്ത് തന്നെ കൂർത്തുമൂർത്ത അമ്പുകൾ പോലെ മുള്ളുകൾ കടന്നു വരും. പക്ഷെ ഇന്ന് രാത്രി അത് മാറാൻ ഒരു കൃപ എന്നെ മേൽ ദൈവം പകർന്നിട്ടുണ്ട് എന്ന് പറയുന്നവർക്കായി, പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പൗലോസ് പറയുന്നു, തനിക്ക് നേരെ ചോദ്യം ഉയർത്തുമ്പോൾ ഹല്ലേലൂയ അതിന് മറുപടി പറയുവാൻ. അവിടെ നിന്നോട് ഒരു വാക്കോടെ പറയട്ടെ. ചിലരുടെയൊക്കെ വിചാരം, എന്റെ ഉൾപ്പെടെ ഒരു വിചാരം ഉണ്ടായിരുന്നു, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദ സൈൻ ഓഫ് ദ ക്രിസ്ത്യൻ മെച്യൂരിറ്റി. എനിക്ക് നല്ല പക്വതയൊക്കെ ഉണ്ടെന്നതിന്റെ തെളിവെന്ന് പറയുന്നത് 4 പേരെ ചോദ്യം ചെയ്യുന്നത്. എന്ത് കണ്ടാലും അവർ തെറ്റ് ചൂണ്ടിക്കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. തെറ്റുണ്ടെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കണം. പക്ഷെ കാണുന്നതിന്റെ പുറകെ നടന്നിട്ട് എല്ലാവരും ചോദ്യം ചെയ്യുന്നത് ഒരു ആത്മീയതയല്ല. കാണുന്ന തെറ്റു വളർത്തുകൊണ്ട് അവരോട് രഹസ്യത്തിൽ പറഞ്ഞു തീർക്കുവാൻ അവരെ മാറ്റി നിർത്തി. ഹല്ലേലൂയ. വാക്വൈഭവമുള്ള അപ്പൊല്ലോസിന്റെ പ്രസംഗം വളരെ ശക്തമാണ്. സഭയിൽ എല്ലാവരും കൈമുക്കി ഹല്ലേലൂയ പറയുകയാണ്.
message that man is preaching എന്നൊക്കെ preach brother എന്നൊക്കെ പറഞ്ഞ് എത്ര പേരാ കൈയടിച്ചത്. പക്ഷെ കേട്ടപ്പോൾ അക്വിലാവിനും പ്രിസ്കില്ലയ്ക്ക് മനസ്സിലായി ഒരു അല്പം കൂടെ ഒരു കറക്ഷൻ ഇതിന് ആവശ്യമുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇവിടെ ഓർമ്മ എന്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരെ അക്വിലാവും പ്രിസ്കില്ലയും കൂടെ അപ്പൊല്ലോസിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ലഞ്ചൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ദൈവദാസനെ വചനത്തിന്റെ ശക്തി ഇങ്ങനെ കൂടെ ഉണ്ട്. പിന്നീട് വായിക്കുന്നത് അവൻ ശക്തമായി ദൈവവചനം തെളിയിച്ചു കൊടുത്തു. ഹല്ലേലൂയ. എവിടെങ്കിലും പോരായ്മ കണ്ടാൽ അവരെ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. പക്ഷേ കാണുന്നിടത്തൊക്കെ ചോദ്യം ചെയ്യുന്നതല്ല ആത്മീയ പക്വത. കുഞ്ഞുങ്ങൾ പലപ്പോഴും പ്രായമാകുമ്പോൾ, കുഞ്ഞുങ്ങളില്ലല്ലോ, പ്രായമാകുമ്പോൾ മാതാപിതാക്കളെ എന്തിനും ചോദ്യം ചെയ്യുന്നത് ഏതോ ഒരു പണ്ഡിത്യമാണെന്ന് ഓർക്കാറുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ദൈവദാസന്മാർക്ക് നേരെ മാതാക്കൾക്ക് നേരെ വിരുന്ന് ചൂണ്ടുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർക്കണം. അവർ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച കണ്ണുനീർ, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മണിക്കൂറുകൾ എത്ര പ്രാവശ്യം കൈത്താങ്ങൽ ചെയ്തു. ഇവിടെ അതിന്റെ പൗലോസിന് വേണമെങ്കിൽ പറയാനുള്ളത്, ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഒത്തിരി പിതാക്കളില്ല, അല്ലെങ്കിൽ ഇടയന്മാരുണ്ട്, ഒത്തിരി മൂപ്പന്മാരുണ്ട്. പക്ഷെ നിങ്ങളുടെ ആത്മീയ പിതാവ് ഞാൻ മാത്രമാണ്. ഹല്ലേലൂയ. എത്ര മണിക്കൂറുകൾ അവൻ പ്രാർത്ഥനയിൽ പോരാടിയിട്ടുണ്ട്, എത്ര പ്രാവശ്യം അവർക്ക് വേണ്ടി സമയം ചെലവഴിച്ചിട്ടുണ്ട്. തനിക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ ഏകദേശം 18 മാസമാണ് രാവും പകലും കണ്ണുനീരോടെ തിരുവചന സത്യങ്ങളെ അവരെ പഠിപ്പിച്ച് ഇന്നവർ പ്രാപ്തന്മാരായി, ഇന്നവർ കാലിൽ നിൽക്കുന്നവരായി, ഇന്നവർ വിരൽ ചൂണ്ടുവാൻ കഴിവുള്ളവരായി. പക്ഷേ നമ്മുടെ വിഷയം അതല്ലല്ലോ. ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യുമ്പോഴും, ഇങ്ങനെയൊക്കെ പൗലോസിനെ ഇടിച്ചു താഴ്ത്തുമ്പോഴും, ദർശനത്തിനും വെളിപ്പാടിനും വില പറയുമ്പോഴും, അല്ലെങ്കിൽ പത്രോസിനായ പത്രോസിന്റെ യാക്കോബിന്റെ യോഹന്നാന്റെ കൂട്ടത്തിൽ ഇരുത്തത്തക്കവണ്ണം നിനക്ക് വല്ല യോഗ്യത ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനസ്സ് മടുക്കാതെ, പിറുപിറുക്കാതെ, he is speaking about the grace that he enjoyed. താൻ അനുഭവിച്ച ദൈവകൃപയെ കുറിച്ച് പറയും. അതാ ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ദൈവകൃപ മതി എന്ന് പറയുമ്പോൾ, എന്റെ കൃപ മതി എന്ന് പാട്ട് പാടുമ്പോൾ, കൃപയേറും കർത്താവിലും വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? ജീവിതത്തിൽ കടന്നു വരുന്ന മുള്ളുകളെ, ശോധനകളെ, മനുഷ്യർ നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ, കൂടെ നടന്നവരും കൂടെ നിന്നവരും കൂടെ സഹിക്കാമെന്ന് വാക്ക് പറഞ്ഞവരും നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ, ഒറ്റിക്കൊടുക്കുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ, ആക്രോശിക്കാതെ, ആക്ഷേപിക്കാതെ പൊറുക്കാനും ക്ഷമിക്കാനും മറക്കാനുമുള്ള കഴിവ ദൈവകൃപ നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. എന്താ നമ്മുടെ പ്രശ്നങ്ങളിൽ വരുന്നത്? മറ്റുള്ളവർ ക്ഷമിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവർ മറക്കാൻ പറ്റുന്നില്ല. The sign of the first sign of abounding grace in Paul's life, പൗലോസ് അനുഭവിച്ച ദൈവകൃപയുടെ ഒന്നാമത്തെ തെളിവ് തന്നെ ആക്ഷേപിച്ചവരോട് ക്ഷമിക്കാനുള്ള കൃപ. എവിടുന്ന് പഠിച്ചതാ? ആ ക്രൂശിലേക്ക് നോക്കിയാട്ട് താഴെ നിൽക്കുന്നവർ പറയുന്നു, നീ ദൈവത്തിനാണെങ്കിൽ ഇറങ്ങി വാ. വഴിയെ പോകുന്നവർ തലകുലുക്കി പറയുന്നു, ഹേ ഹല്ലേലൂയ, മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയാമെന്ന് പറഞ്ഞവനെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ? തന്നെത്താൻ ഇടത്തും വലത്തും കിടക്കുന്നവർ ആക്ഷേപിച്ചു പറയുന്നു, സമശിക്ഷാപതിയില്ല, ഹല്ലേലൂയ, നീ നിന്നെ രക്ഷിക്കാം, ഞങ്ങളെ രക്ഷിക്കാം. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ, ന്യായമായി വിധിക്കുന്ന നമുക്ക് കാര്യം പരമേൽപ്പിച്ച, രോമം കത്തിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരുന്ന കുഞ്ഞാടിന്റെ പാത പിൻപറ്റുന്ന ദൈവമക്കളെ, നമുക്കും പ്രാഗൽഭ്യത്തോടെ പറയണം, ആരെന്തും പറയട്ടെ, ക്ഷമിപ്പാൻ എനിക്കൊരു കൃപയുണ്ടെന്ന്. ഹല്ലേലൂയ. My grace is sufficient for you. അതിന്റെ ഒന്നാമത്തെ അർത്ഥം അങ്ങനല്ലേ? ഹല്ലേലൂയ. നമ്മെ ആക്ഷേപിക്കുന്നവരോട് മനസ്സ് തുറന്ന് ക്ഷമിക്കുവാൻ, അവർ ചെയ്ത കുറവുകളെ മനഃപൂർവ്വം മറക്കുവാൻ, അത് സംഭവിക്കാത്ത പോലെ ആലിംഗനം ചെയ്ത് വിശ്വാസയാത്ര മുന്നോട്ട് കൊണ്ടുപോകുവാൻ. എവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാത്തത്? രണ്ടുപേര് കൂടുന്നിടത്തൊക്കെ എത്തുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് കുടുംബത്തിലാണെങ്കിലും സഭയിൽ ഉണ്ടാകും. പക്ഷെ അയൽവക്കക്കാർ അല്ലെങ്കിൽ സഭക്കാർ, വീട്ടുകാർ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ ശത്രു രാജ്യങ്ങളെ പോലെ കല്ലറ വരെ നടക്കുന്ന കാഴ്ച ഖേദത്തോടെ കാണേണ്ടി വരുമ്പോൾ ദൈവസഭ ദുഃഖിക്കണം. അവനോട് അങ്ങനെ പറഞ്ഞു, അവനോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് പലപ്പോഴും മുഖം തിരിച്ച് ഒരേ അപ്പത്തിന്റെ അവകാശികൾ, ഒരേ ആലയത്തിൽ ആരാധിക്കുന്നവർ, ഒരു രാജ്യത്ത് പോകുന്നവർ, ഒരേ ആത്മാവിൽ ആരാധിക്കുന്നവർ തിരിഞ്ഞു നടക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് ദുഃഖിക്കുന്നു. ധൈര്യത്തോടെ പറഞ്ഞാട്ട് ക്ഷമിക്കാനും മറക്കാനുള്ള കഴിവ എനിക്ക് കൃപയുണ്ടെന്ന് പറയുന്ന തെളിവ്. ഒരു മണിക്കൂർ ഇവിടെ നിന്ന് ആത്മാവിൽ പ്രസംഗിക്കുന്ന കൃപ എനിക്ക് വേണം. സത്യമായിട്ടും അറിയാം. പാട്ടുപാടാൻ കൃപ വേണം, ഞാനതിനെ നിഷേധിക്കുന്നില്ല. എഴുതാൻ കൃപ വേണം, വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ അതിലൊക്കെ കൃപ വേണം കൂട്ടു സഹോദരനോട് കൂടെ വാഴുവാൻ. ഹല്ലേലൂയ. കൂട്ടുദൈവ മക്കൾക്ക് കൈത്താങ്ങൽ കൊടുക്കുവാൻ, ക്ഷമിക്കാനും മറക്കാനും. അത് അപ്പനാണെങ്കിലേ അമ്മയാണെങ്കിലേ മക്കൾ ചെയ്ത തെറ്റ് പൊറുക്കാനും ക്ഷമിക്കാനും പറ്റത്തുള്ളൂ. എന്റെ കുഞ്ഞൊരു തെറ്റ് ചെയ്താൽ അത് എത്ര മോശമാണെങ്കിലും പറഞ്ഞു തിരുത്തും, പറഞ്ഞു മനസ്സിലാക്കും. കാലപ്പഴക്കത്തിൽ എന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം കുറയുന്നില്ല. പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ആത്മീയ പിതാവാ. നിങ്ങൾ എന്നെ എത്ര ക്വസ്റ്റ്യൻ ചെയ്താലും, എത്ര
രാത്രി നമുക്ക് ആ രീതിയിലേക്ക് മടങ്ങി വരാം. ആരോടെങ്കിലും കയ്പ് അകത്ത് വേരിറങ്ങിയിട്ട് പടവൃക്ഷം പോലെ വളർന്നിരിക്കുന്നുവെങ്കിൽ കർത്താവേ ക്ഷമിക്കാൻ ഒരു കൃപ എനിക്ക് വേണം. ഹല്ലേലൂയ. പൊറുക്കാൻ ഒരു കൃപ എനിക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുക. കൃപാവരത്തിന്റെ അളവ് കൂട്ടാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പ്രാപിച്ച കൃപ ജ്വലിപ്പിക്കാനുള്ള ഒരു അഭിഷേകത്തിനായി പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായിരിക്കട്ടെ. ഹല്ലേലൂയ. യോസേഫിന്റെ നമുക്ക് നല്ല ഉദാഹരണം. 11 സഹോദരന്മാരുടെ മുമ്പിൽ അല്ല 10 വായിക്കോട്ടെ നിരന്നു നിൽക്കുമ്പോൾ 39-ാം അധ്യായത്തിലെ സംഭവം വളരെ രസകരമല്ലേ? തന്റെ മുമ്പിൽ സാത്താകം വീട് നിൽക്കുന്ന വിറച്ചു നിൽക്കുന്ന സഹോദരന്മാരോട് യോസഫ് മനഃപൂർവ്വമായിട്ട് അങ്ങ് ക്ഷമിച്ചു. യോസഫിന്റെ ക്ഷമയുടെ പാഠം പഠിച്ചാൽ തന്നെ ഒരു 50 പോയിന്റെങ്കിലും പറയാം. നമുക്കതിന് സമയമില്ല, പോയിന്റ് പറയാൻ നിൽക്കുമല്ലോ. ഹല്ലേലൂയ. ആരോടൊക്കെ ക്ഷമിക്കാനത്? പോത്തിഫറിന്റെ വീട്ടിലെ പ്രശ്നം. ഹല്ലേലൂയ. കിട്ടിയ അമ്മായിപ്പിന്റെ പേരും പോത്തിഫറാണ്. എന്തൊരു കട്ടമാണ് നോക്കണേ. ഈ പോത്തിഫറിന്റെ വീട്ടിലെ കട്ട നിമിത്തമാണ് താൻ ഇവിടായത് ജയിലിലായത്. ഇനി മേലാൽ ഈ പേര് ഓർക്കണ്ടെന്ന് വെച്ച് ഓർക്കാൻ പറ്റുമോ? ആസനത്തിന്റെ മുഖം കാണുമ്പോൾ മുഴുവൻ അമ്മായിപ്പിന്റെ പേര് ഓർമ്മ വരും. മറക്കാമെന്ന് വെച്ച ചിലപ്പോ കർത്താവ് ഇങ്ങനൊക്കെ ചില മുള്ളു തരും. നമുക്ക് കൃപയുണ്ടെങ്കിൽ ഇത് മറക്കാൻ പറ്റും. ദൈവം അമ്മായിപ്പിന്റെ പേര് മാറ്റുന്നതിനെക്കാട്ട് നല്ലത് അതല്ല മറ്റേ പോത്തിഫറിനോട് അങ്ങ് ക്ഷമിക്കുന്നതാണ്. ഇന്ന് പകൽക്കാലം more than changing the church, more than changing the pastor, more than changing the hallelujah, anything, let us change ourselves. സഭ മാറുന്നതിനും സഭക്കാർ മാറുന്നതിനും നാട്ടുകാരുടെ കുറ്റം പറഞ്ഞതിന് മുമ്പ് ഞാനൊന്ന് മാറിയാൽ അവരാ ദൈവം ബോധപ്പെടുന്നത്. ഹല്ലേലൂയ. യോസഫ് പറയുന്നു, നിങ്ങൾ എന്റെ നേരെ ദോഷം നിരൂപിച്ചു. ഹല്ലേലൂയ. എനിക്കറിയാം ഹ്യൂമൻ ഇവിടെ അഗൈൻസ്റ്റ് മീ, പക്ഷെ ദൈവം അതിനെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ട് എനിക്കത് നന്മയാക്കി മാറ്റി. കൃപ അനുഭവിച്ചവന്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എന്തിനാ വിരോധം വെക്കുന്നത്? നിങ്ങൾ എന്നെ കുഴിയിലിട്ടായില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു കൊച്ചു ദർശകനായി അപ്പന്റെ വീട്ടിൽ ഹെബ്രോനിൽ ഇന്നും കണ്ടു. ഹെബ്രോനല്ല, ഞാൻ ഹെബ്രോൻ എന്നാണ്. ഹല്ലേലൂയ. അങ്ങനെ യെരൂശലേമില് ഹല്ലേലൂയ അവിടെ ഞാൻ ഹെബ്രോനിൽ ഇന്നും കണ്ടേനെ. നിങ്ങൾ എന്നെ പൊട്ടക്കിണർ വിട്ടില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ എന്നെ വിറ്റില്ലായിരുന്നെങ്കിൽ ഞാനൊരു കൊച്ചു പ്രവാചകനായിട്ട് അവിടെയൊക്കെ കറങ്ങി നടന്നേനെ. നിങ്ങൾ എന്നെ കുഴി ഇട്ടതിന് സ്തോത്രം. ഹല്ലേലൂയ. രൂപനെ നീ എന്റെ വസ്ത്രത്തിന് വിലയിട്ടല്ലോ. ഹല്ലേലൂയ. 20 വെള്ളിക്കാശ് എനിക്ക് വിലയിട്ടല്ലോ. പക്ഷെ ഇത് നോക്ക്, ഞാൻ ധരിച്ചിരിക്കുന്ന നേർമയുള്ള വസ്ത്രം. നിങ്ങൾ എന്നെ വിറ്റ് കളഞ്ഞത് ദൈവത്തിന്റെ കൃപയാ. ക്ഷമിക്കാൻ മനഃപൂർവ്വം ക്ഷമിക്കുവാൻ ഇന്ന് രാത്രി ദൈവസഭ തയ്യാറാകട്ടെ. സമയം പോകുന്നല്ലോ. 2 പൗലോസ് അനുഭവിച്ച ദൈവകൃപയുടെ രണ്ടാമത്തെ വലിപ്പം. When he said that I enjoyed the grace of the Lord, the second meaning or the second realm he is going through, അവൻ പോകുന്ന രണ്ടാമത്തെ മണ്ഡലം പൗലോസ് എഴുതാൻ തുടങ്ങിയ. നമ്മളോട് ചോദ്യം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എഴുതാനൊക്കെ കൊടുക്കല. ഉമക്കത്തങ്ങൾ എഴുതാറുണ്ട്, അല്ലെങ്കിൽ പലരും ചെയ്യാറുണ്ട്. ഇവിടെ ഉണ്ടോ എനിക്കറിയത്തില്ല. അമേരിക്ക നാട്ടിൽ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അപ്പൊ ഇവിടെ പൗലോസ് എഴുതി ചിലപ്പോൾ ആർട്ടിക്കിളൊക്കെ എഴുതി പിടിപ്പിച്ചു കളയും. നമുക്കുള്ള ദേഷ്യമൊക്കെ തീർക്കുന്നത് മുഖത്ത് നോക്കി പറഞ്ഞ ദൈവം 4 പേരെ വിളിച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയിട്ട് എനിക്ക് അങ്ങനെ ചിലവാക്കാം എന്നിട്ട് പറഞ്ഞാണ്, സഹോദര നിന്നെ കുറിച്ച് എനിക്കൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു. 2 തല്ലിയകാരും കാണുന്നില്ലല്ലോ. പക്ഷേ എന്തിയാ ഇവിടെ പൗലോസ് എഴുതുകയാണ് വിറയ്ക്കുന്ന കൈയോടെ. ഞാൻ ആ മറുപടി എഴുതിയെങ്കിലോ കണ്ടോ, ഇമാർ ചോദ്യം കേട്ടോ. അവർക്ക് എന്റെ ക്വാളിഫിക്കേഷൻ അറിയാമോ? ഞാൻ സഞ്ചരിച്ചുള്ള രാജ്യങ്ങൾ ലിസ്റ്റ് അറിയാമോ? ഏതെങ്കിലും 2 കൺട്രി പോയിട്ടുണ്ടെങ്കിൽ 2 മാസം അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതാണ് നമ്മൾ. ഏതെങ്കിലും 2 കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ ക്ലിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പറഞ്ഞു പിന്നെ പ്രസംഗിക്കാറുണ്ട്. എവിടെങ്കിലും രോഗികൾ സൗഖ്യമാകണമെങ്കിൽ അത് കാണിക്കാൻ എന്റെ കർത്താവ് ഇതൊന്നും പറയാനുള്ള സമയമല്ലേ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ഇതൊന്നും പറയാനില്ല. ഉത്തരയും വലിച്ചെറിഞ്ഞ രോഗികൾ സൗഖ്യമാകുന്ന ശുശ്രൂഷയുണ്ട്. എന്നിട്ടും വിറയ്ക്കുന്ന കൈയോടെ 12-ാം അധ്യായം എഴുതി തുടങ്ങുന്നു. ഐ നോ എ മാൻ ഇൻ ക്രൈസ്റ്റ്. എനിക്ക് ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയാം. സമയം പറയുന്നു 14 വർഷം മുമ്പ് കിട്ടിയ ഒരു നന്മ സാക്ഷ്യം പറയാൻ ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഹല്ലേലൂയ. ഇല്ലാത്തതും കൂടെ പെരുപ്പിച്ച് പറയുന്നതാണ് ഞാൻ. ഹല്ലേലൂയ. പക്ഷെ പൗലോസ് പറയുക 14 വർഷം മുമ്പ് ശരീരത്തോടു കൂടി ഒന്നും എനിക്കറിയാത്ത ഒരു കാര്യം ഉറപ്പാ. ദൂതന്മാരുടെ ഭാഷ ഞാൻ ചെവി കൊണ്ട് നേരിട്ട് കേട്ടു. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അത് പരദേശിയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ the beautiful experience of the third heaven visit, I was ready to keep in my heart for the last 14 years. That is the power of the grace of the Lord. കഴിഞ്ഞ 14 വർഷം അനുഭവിച്ച ഒരു വലിയ സന്തോഷം ആരോടും പറയാതെ അകത്ത് കൊണ്ട് നടക്കണമെങ്കിൽ അതിന് കൃപ വേണം. അത് നമ്മെ വെളിപ്പെടുത്താതിരിക്കണമെങ്കിൽ ഒരു കൃപ വേണം. വിസിറ്റിംഗ് കാർഡിലെ എണ്ണം കൊണ്ട് പറഞ്ഞത് തെറ്റിദ്ധരിക്കില്ല. നല്ലൊരു വശമല്ല പറയുന്നത്, കൃത്യവശമല്ല പറയുന്നത്. ഹല്ലേലൂയ. നമ്മെ മറക്കണമെങ്കിൽ കൃപ വേണം. ഹല്ലേലൂയ. വചനം പറയാൻ അവസരം കിട്ടിയാൽ, എഴുതാൻ അവസരം കിട്ടിയാൽ, എന്നെ ചുരുക്കണമെങ്കിൽ അതിന് ദൈവകൃപ വേണം. ഹല്ലേലൂയ. 14 വർഷം മുമ്പുള്ള ലോകത്തിൽ ആർക്കും ലഭിക്കാത്ത ഒരു ആത്മീയ അനുഭവത്തെ അകത്ത് കൊണ്ട് നടക്കുവാൻ
ദൈവമക്കളെ, ഇവിടെ നിന്നുകൊണ്ട് 100 വാക്ക് പറയുന്നതിനൊക്കെ കൃപ വേണം. ചിലപ്പോൾ മിണ്ടാതിരിക്കും. ചില സ്ഥാനത്ത് മൗനമായിരിക്കണമെങ്കിൽ നമുക്ക് ഇതിലും വലിയ കൃപ വേണം. 1.5 മണിക്കൂർ പ്രവചിക്കുന്നതിനേക്കാളും അന്യഭാഷ പറഞ്ഞേക്കാൾ കൃപ വേണം. പിന്നെ വിഷയത്തിന്റെ മുമ്പാകെ ഊമനായിരിക്കാൻ. സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞ 39 സങ്കീർത്തനം, ഞാൻ ഒരിയാടാതെ ഊമനായിരുന്നു. ഒത്തിരി നന്മയൊക്കെ എനിക്കുണ്ടായിരുന്നു. ലക്ഷ്യം വെച്ച ഗണ്യമാക്കിയാൽ നന്മയുണ്ടായിരുന്നു. പക്ഷേ ലഭിക്കുന്ന നന്മയെ ഗണ്യമാക്കാതെ ഞാൻ മൗനമായിരുന്നു. ഹല്ലേലൂയ. ചില വിഷയത്തിനകത്ത്, കുടുംബത്തിനകത്ത്, സഭയ്ക്കകത്ത് മൗനമായിരിക്കാൻ കൃപ വേണം. പൗലോസ് പറയുന്നു, എന്താ കൃപയുടെ ലക്ഷണം? 2, താഴ്മ, വിനയം. ഉള്ളത് പെരുപ്പിച്ച് കാണിക്കാൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ പറയുമ്പോൾ ഉണ്ടാക്കി പറയാതെ കൊണ്ട് നടക്കണമെങ്കിൽ, കൃപ അഭിഷേകമൊക്കെ കൊണ്ട് നടക്കണമെങ്കിൽ, to restrain the gift of the Lord, we need the double portion of the anointing. ദൈവകൃപയെ അകത്ത് കൊണ്ട് നടക്കണമെങ്കിൽ അതിലൊരു കൃപ വേണം, ഒരു വിനയം, താഴ്മ, മറ്റുള്ളവരുടെ മുമ്പാകെ ഒന്ന് താണു കൊടുക്കുക. എന്റെ യേശുവിനെ നോക്കിയാട്ട് ഹല്ലേലൂയ, ശിഷ്യന്മാരൊക്കെ നിരന്നിരിക്കുക. ആരാ വലിയവൻ? ഞാനാണോ? നീയാണോ? നീയാണോ? വലിയവനോട് വഴക്കിട. യേശു പറഞ്ഞു, നിങ്ങളെല്ലാം വലുതായിക്കോ, ഞാൻ ചെറുതായേക്കാം. യേശു അരയിലൊരു തോർത്തെടുത്ത് ചുറ്റി ഓരോരുത്തരുടെയും കാല് കഴുകാൻ തുടങ്ങി. എന്തിനാ വലിയ പ്രസംഗം? Stop, hallelujah. When we are ready to humble ourselves, the world will know we are the disciple of Jesus Christ. നാം ദൈവത്തിൽ നമ്മെ വിനയപ്പെടുത്തിയാൽ, നമ്മെ താഴ്ത്തി കൊടുത്താൽ ലോകം അറിയും ഇവർ വാസ്തവമായി എന്റെ ശിഷ്യന്മാരാണ്. ഹല്ലേലൂയ. എളിമയുള്ളവരായി, താഴ്മയുള്ളവരായി ഒരു ആയുസ്സ് കഴിപ്പാൻ എത്ര പേർ ആത്മാവിൽ ആഗ്രഹിക്കും? അതിന്റെ പേരാ ദൈവകൃപ എന്ന് പറയുന്നത്. പൗലോസ് പറയുക, അല്ലെങ്കിൽ അനുഭവിച്ച്, ഞാൻ പറഞ്ഞ അനുഭവ സാക്ഷ്യം പറയണ്ടെന്നോ ചെയ്ത കാര്യങ്ങൾ പറയണ്ടെന്നോ അല്ല. അല്ലെങ്കിൽ നമ്മെ 4 പേർ അറിഞ്ഞില്ലെങ്കിലും, എന്നെ കുറിച്ച് പറയുമ്പോ അല്ലെങ്കിൽ ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും, അല്ലെങ്കിൽ പാസ്റ്റർ ഇവാഞ്ചലിസ്റ്റെന്നോ പൗലോന്നൊക്കെ വിളിച്ചാൽ ഹല്ലേലൂയ പിന്നൊന്നും പറയണ്ട. എന്തെല്ലാം പ്രശ്നങ്ങളും ബഹളങ്ങളാണ്. ക്രിസ്തുവിൽ ഒന്ന് താണു കൊടുക്കാൻ തയ്യാറായാൽ സ്വർഗം നമ്മെ അറിയുന്നു. ഇന്ന് നിങ്ങളെ ആരും അറിഞ്ഞില്ലെങ്കിലും, ലോകം നിങ്ങളെ അറിഞ്ഞില്ലെങ്കിലും, നിങ്ങളെ അറിയുന്ന ഒരു ദിവസവും പൗലോസേ സഹോദര കാഴ്ച പ്രാപിക്കാം എന്ന് പറഞ്ഞ് കടന്നു വരുന്ന ഒരു അനന്യാസിനെ നമുക്കറിയാം. അല്ലെങ്കിൽ ഒരു സാധാരണ വിശ്വാസിയ, ഒരു സാധാരണ ദൈവദാസന, ആരും പേരൊന്നും അറിയത്തില്ല. പക്ഷെ പൗലോസിന് കിട്ടുന്ന കിരീടത്തെക്കാൾ വലുതായിരിക്കും അനന്യാസിന് കിട്ടുന്ന കിരീടമെന്ന് ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അന്ത്രയോസ് കൊണ്ടുവന്ന പത്രോസ് ലോക പ്രശസ്തനായി, അപ്പോസ്തലന്മാരുടെ നേതാവായി. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്, 3000 പേരെ പ്രസംഗിച്ച ആത്മാവിൽ നടത്തിയ 5000 പേരുള്ള സഭയുടെ പാസ്റ്ററായിരുന്ന പത്രോസിനേക്കാൾ കിരീടം വിഭാഗിക്കുന്ന നാളിൽ അന്ത്രയോസിന് കിട്ടുന്ന പ്രതിഫലം വലുതായിരിക്കും. ആരും നിങ്ങളെ അറിഞ്ഞില്ലെങ്കിലും, കേമന്മാരുടെ ലിസ്റ്റിൽ പേരൊന്നുമില്ലെങ്കിലും, there is a day that's coming, you are going to be rewarded. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, നിങ്ങൾക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല. പലയിടത്തും നിങ്ങൾക്ക് അംഗീകാരം കിട്ടിയിട്ടില്ല. ദൈവദാസൻ 18 വർഷം പാസ്റ്റേജിന്റെ കൊച്ചുമുറിക്കകത്ത് 17 പാസ്റ്റേജ് വളർന്നത് ഞാൻ. ദൈവദാസന്മാർക്ക് കിട്ടുന്ന അംഗീകാരമൊന്നും നമുക്ക് പലയിടത്തും കിട്ടിയത് വരത്തില്ല. ദൈവമക്കളൊന്നും കിട്ടിയത് വരത്തില്ല. പക്ഷേ നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം. ഇന്ന് രാത്രി കൃപയുള്ളവരെ ദൈവം മാനിക്കും. കൃപയുള്ളവനെ സമയാസമയങ്ങളിൽ ദൈവം മാനിക്കും. കാട്ടിക്കൊടുത്താൽ അവനെ ഉയർത്തും. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കാം. അതിന്റെ 10-10 വാക്യത്തിലേക്ക് വരാൻ പോവുകയാണ്. 7 മുതൽ പറയുന്നു. പൗലോസ് പറയുകയാണ്, വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം ഞാൻ അധികം നിഗളിച്ചു പോകാതിരിക്കേണ്ടത്. വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ജഡത്തിൽ എനിക്കൊരു ശൂലമാണ്. അറിയുന്ന ഭാഗമല്ലേ അത്? സാത്താന്റെ ദൂതനാണെന്നും അവന് മനസ്സിലായി. അത് ഭാര്യയുടെ ഭർത്താവിന്റെ പേരെന്നോടാണ് ആടി കേൾക്കരുത്. ഹല്ലേലൂയ. ഇതൊരു സാത്താന്റെ ദൂതനെ ഏൽപ്പിച്ചിരിക്കുക. ഒറ്റ ഉദ്ദേശമുള്ളൂ, ഞാൻ എന്ത് ചെയ്തത്? ഇത്രയും ഓർത്താൽ മതി. നമ്മുടെ എല്ലാ പ്രശ്നത്തിന്റെയും പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമാണ്. ഹല്ലേലൂയ. നമ്മൾ അതിനൊക്കെ വേറെ വേർഷൻ ഇട്ട് കഴിഞ്ഞു. അവർക്ക് എന്നോട് അന്ന് തൊട്ടേ ആ പ്രശ്നമുണ്ട്, അതുകൊണ്ടല്ലേ അല്ലല്ല, ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കട്ടതയ്ക്കും സ്വർഗം അയച്ച മുള്ളാണെന്നൊരു പേരിട്ടാൽ ആത്മീയ ജീവിതം വിജയിച്ചു. ഹല്ലേലൂയ. പൗലോസ് പറയാണ്, എനിക്കറിയാം, എനിക്ക് ദർശനമുണ്ട്, എനിക്ക് വെളിപ്പാടുണ്ട്, എനിക്ക് വചനങ്ങളുടെ മർമ്മമുണ്ട്, വ്യാഖ്യാനമുണ്ട്. പക്ഷെ നിഗളിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ മുള്ളുകളുടെ പിന്നിൽ ദൈവത്തിന്റെ പദ്ധതി ഈസ് ബാലൻസിങ് അവർ ക്രിസ്ത്യൻ ജേർണി. നമ്മുടെ ആത്മീയത്തെ ബാലൻസ് ചെയ്ത് നിർത്തിയ, ആത്മീയത്തിൽ തിളച്ചു വരുമ്പോൾ മൂക്ക് കുത്തി വീഴാതിരിപ്പാൻ സ്വർഗം വെച്ച മുള്ളുകൾക്കായി സ്തോത്രം. പലപ്പോഴും ചോദിച്ചിട്ടില്ലേ, കർത്താവേ എന്തിനാ വ്യക്തി എന്റെ ജീവിതത്തിൽ അനുവദിച്ചത്? എന്തിനാ വിഷയം എന്റെ ജീവിതത്തിൽ കടന്നു വന്നത്? എന്തിനാ അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ ആക്കി വെച്ചത് എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? ദൈവം അയച്ചിട്ടുള്ള നിന്റെ കൃപ ചോർന്നു പോകാതിരിപ്പാൻ, വചനത്തിന്റെ വെളിപ്പാട് മോശം വരാതിരിപ്പാൻ, ദൈവം അയച്ച അല്ലിയ നന്മകൾ ജീവിതത്തിൽ കൂടുമ്പോൾ നിഗളിച്ചു പോകാതിരിപ്പാൻ സ്വർഗം വന്ന മുള്ളുകൾക്കായി സ്തോത്രം. ദൈവം നമ്മളെ ബാലൻസ് ചെയ്യുകയാണെന്ന്. എന്നെ നിർമ്മിച്ചവൻ അറിയാം, എന്നെ എവിടെ തൊട്ടാൽ ഞാൻ നിൽക്കുമെന്ന്.
അതിനായി സ്തോത്രം. പൗലോസിന് അത് മനസ്സിലായി. ഒരിക്കൽ അത് മനസ്സിലായാൽ പിന്നെ നാം കൃപയിൽ അങ്ങ് ജീവിച്ചോളും. That's the power of the grace of the Lord. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഞാൻ അനുഭവിക്കുന്ന കഷ്ടത സഹിപ്പാനുള്ള കൃപ, അത് ദൈവഹിതമാണെന്ന് തിരിച്ചറിയാനുള്ള കാഴ്ചപ്പാട്. 3 വട്ടം അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. യേശു പ്രാർത്ഥിച്ച പോലെ 3 വട്ടം പ്രാർത്ഥിച്ചു. ഒരു മറുപടി, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എ സ്ട്രേഞ്ച് ആൻസർ അല്ലേ? നമുക്ക് എങ്ങനെ തോന്നിയതിന് ഉത്തരം കേട്ടിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങളോടൊന്ന് പറഞ്ഞാൽ, പക്ഷെ പൗലോസിന്റെ അർത്ഥം മനസ്സിലായി. ഇനി നമുക്ക് പൗലോസിനെ ചോദിച്ചതിന്റെ വാക്ക് സമയം തീർന്നുകൊണ്ട് ഞാൻ അത് പറഞ്ഞ് അവസാനിക്കുക. ഇന്ന് രാത്രി പൗലോസിന് ഒരു 10 മിനിറ്റ് കൊടുത്താൽ അല്ലെങ്കിൽ പൗലോസിനെ നേരിട്ട് കാണാൻ കിട്ടിയാൽ ഞാനും നിങ്ങളും ഒക്കെ ചോദിക്കും, ദൈവദാസനെ ഈ കൊരിന്ത് ലേഖനത്തിൽ ഞങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അങ്ങയോട് ദൈവാത്മാവ് സംസാരിച്ചു, ദൈവം കർത്താവ് നേരിട്ട് സംസാരിച്ചു, ഈ വിഷയത്തിന് മുമ്പാകെ കൃപ മതിയെന്ന് ഒരു സാക്ഷ്യം പറയാമോ? വാസ് ദാറ്റ് ഗ്രേസ് സഫിഷ്യന്റ് ഫോർ യു? കൃപ മതിയായിരുന്നു. ഇന്ന് രാത്രി നിങ്ങളോടൊക്കെ നാളെ ലോകം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. കൃപയെന്ന് ആർത്തിട്ട് അഭിഷിക്തനാണെന്ന് അഭിഷിക്തയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് ദൈവശക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാലഘട്ടത്തിൽ ചോദ്യം വരും, ആ ശക്തി നിങ്ങൾക്ക് മതിയായിരുന്നോ? സ്തോത്രം. പൗലോസ് പറയും, യെസ് ഐ കൻ ബോൾഡ്ലി സേ, എനിക്ക് പറയാൻ പറ്റും ആ കൃപ എനിക്ക് മതിയായിരുന്നു. ദമസ്കോസിന്റെ പടിവാതിക്കൽ കണ്ടുമുട്ടിയ നാൾ മുതൽ ഹല്ലേലൂയ, റോമിലെ വഴിയിൽ വെച്ച് എന്റെ തല ഛേദിച്ചു പോകുന്ന ആ നിമിഷം വരെ ആ കൃപ എനിക്ക് മതിയായിരുന്നു. എഫെസോസിൽ വെച്ച് ഞാൻ മൃഗയുദ്ധം ചെയ്തു, കർത്താവോ എനിക്ക് തുണ നിന്നു. പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളിൽ കേൾപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. അന്ന് ആ സിംഹത്തിന്റെ പല്ലുകൾക്കിടയിൽ നിന്ന്, മൂർച്ചയുള്ള നഖങ്ങൾക്കിടയിൽ നിന്ന് പുറത്തു വരുവാൻ ഈ കൃപ മതിയായിരുന്നു. ഇസ്രായേലിൽ വെച്ച് ഞാൻ കല്ലറച്ചു, മരണത്തോളം എത്തി. രക്തമൊഴുകി കിടക്കുമ്പോഴും അടുത്ത നിമിഷം എന്നെ പ്രസംഗിപ്പാൻ പ്രാപ്തമാക്കിയ ഈ ദൈവകൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. 40 അടി അല്ല 39 അടി അല്ല 5 പ്രാവശ്യം ആവർത്തിച്ചു കൊള്ളുമ്പോൾ ഉച്ചതുളങ്ങാൽ വരെ തൊലി ഇരിയുന്ന അനുഭവങ്ങൾ, രക്തം ധാരധാര ഒഴുകുന്നു. പക്ഷെ താഴ്ന്നു പോകാതെ സുവിശേഷ യാത്ര തുടരുവാൻ എന്നെ പ്രാപ്തമാക്കിയ ദൈവകൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലിപ്പിയിലെ കാരാഗൃഹത്തിൽ വസ്ത്രം വലിച്ചുരിഞ്ഞ് കോലുകൊണ്ട് തല്ലിയിട്ട് എന്റെ കൂട്ടുസഹോദരൻ എന്നെയും ശീലാസിനെയും അകത്ത മുറി ഇരുട്ടളവിൽ കാല് ചങ്ങല ആപത്തിലും കൈ ചങ്ങലയിലും ഇടുമ്പോൾ അന്ന് രാത്രി ചങ്ങല താളമാക്കി ആത്മാവിൽ പാട്ട് പാടുവാൻ ഞങ്ങളെ പ്രാപ്തമാക്കിയ ദൈവകൃപയല്ലാതെ മറ്റെന്താ ദൈവമക്കളെ? ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളുടെ കഷ്ടതകളെ നിങ്ങൾക്കതിനെ താളമാക്കാം, നിങ്ങൾക്കതിനെ മ്യൂസിക് ആക്കാം. നിങ്ങളുടെ ചങ്ങലകളെ, നിങ്ങളുടെ ആമങ്ങളെ ഒക്കെ ആത്മാവിൽ ആരാധിപ്പാൻ അത് വസ്തുവാക്കി മാറ്റുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. അഗ്രിപ്പാവിന്റെ മുമ്പിൽ, ഫെലിക്സിന്റെ മുമ്പിൽ എന്റെ വിശ്വാസം ഏറ്റുപറയുമ്പോൾ ഹല്ലേലൂയ, എന്നെ പ്രാപ്തനാക്കിയത് ഈ കൃപയല്ലാതെ വേറെന്തോ? അദ്രിയ കടലിന്റെ ആഴങ്ങളിൽ കപ്പലിൽ താണുകൊണ്ടിരിക്കുമ്പോൾ 14 രാത്രിയായി, സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രമില്ല, കൂട്ടത്തിൽ രക്ഷപ്പെടുന്നുള്ള ആശയും നശിച്ചുപോയി. പക്ഷെ ഒരുത്തൻ ചാരി ഇരുന്ന് ദർശനം കാണും. ആരും ആഹാരം കഴിക്കുന്നില്ല, സൂര്യനില്ല, കപ്പലിന്റെ അവസാനത്തെ പലക ഇളകി, പക്ഷെ ഒരുത്തൻ സുഖമായിട്ടിരുന്ന് ദർശനം കാണുക. എന്താ ഇത്? കൃപയല്ലാതെ വേറെ എന്താ ദൈവമക്കളെ? ഇന്ന് രാത്രി കാരണം എന്റെ ഉടയവനും എന്നെ ആരാധിക്കുന്നവനുമായ എന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്റെ അടുക്കൽ നിന്ന് പറഞ്ഞു, പൗലോസേ ഒന്നും പേടിക്കണ്ടായിരുന്നു. ഇന്ന് രാത്രി കൃപയുള്ളവന് നടുക്കടലിലും ദർശനമുണ്ട്. കൃപയുള്ളവന് പ്രശ്നത്തിന് നടുവിലും മരണക്കിടക്കയിലും കല്ലറയുടെ വാതിക്കലും അഭിഷിക്തന് ദർശനമുണ്ട്. അത് 275 പേരിലേക്ക് വ്യാപരിക്കത്തക്കവണ്ണം വ്യാപരിച്ച കൃപയ്ക്കായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒരു പകർച്ചവ്യാധി പോലെ അത് കുടുംബത്തിൽ പകരും, ഒരു പകർച്ചവ്യാധി പോലെ അത് സഭയിൽ പകരും. ഇന്ന് രാത്രി the grace that you are enjoying, it's going to spread like a contagious disease. Hallelujah, hallelujah. മെലിത്തയിൽ എന്നെ കൊണ്ടിട്ടു, അവിടെ തീ കൊട്ടുമ്പോൾ കയ്യിൽ കടിച്ചു തൂങ്ങി അണലി. ആ അണലി ഇന്ന് വരെ കടിച്ചിട്ട് അവിടെ സംഭവം ചത്തു. വീർക്കും ചാകും. ഇതാ ലക്ഷണം. അക്ഷരം അറിയത്തില്ല, ഭാഷയില്ല, ബർബർമാർക്കറിയാം അണലി കടിച്ചാൽ വീർക്കും ചാകും. പക്ഷേ അണലിയുടെ സ്വപ്നത്തെ തകിടം മറിച്ച അതിനെ ആ തീയിൽ കുടഞ്ഞു കളയുവാൻ എന്നെ പ്രാപ്തമാക്കിയത് ഈ കൃപയല്ലാതെ വേറെന്താ? രാത്രി കാലം പലരെയും കടിച്ച അണലിയല്ലയോ നിന്നെയും കടിച്ചത്? പലരെയും ഇട്ട തീയിലല്ലയോ നിന്നെ ഇട്ടത്? പക്ഷേ ഹല്ലേലൂയ, കാല് വലയിൽ കുടുങ്ങിയവരാരും പുറത്തു വന്നിട്ടില്ല. മനുഷ്യർ തലയിൽ കൂടി കയറി ഓടിയവരാരും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. തീയിലും വെള്ളത്തിലും മാറി മാറി വീണവർ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. മുതുകത്ത് ഭാരമേറിയവർ ഇന്ന് എഴുതി നടക്കുമ്പോൾ ഇതൊക്കെ അനുഭവിച്ച ഞാനും നിങ്ങൾ. സങ്കീർത്തനക്കാരുടെ ഭാഷയിൽ പറയുന്നു, നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി, നീ ഞങ്ങളുടെ മുതുകത്തൊരു ഭാരം വെച്ചു, നീ പലപ്പോഴും ഞങ്ങളെ തീയിലും വെള്ളത്തിലും
ജീവിതയാത്ര ഓടിത്തീരുമ്പോൾ യെരമ്യാ തന്റെ നിജപുത്രനായ തിമോഥെയോസിനോട് തിമോഥെയോസ് പറയുന്നു, എന്റെ കുഞ്ഞെ, നിന്നോട് പറയാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു കാര്യം ഓർത്തോണം, 2 തിമോഥെയോസ് 1, My son, be strong in the grace of the Lord Jesus Christ. എന്റെ മകനെ ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക. ഒരു നിമിഷം കണ്ണടച്ചു. പൗലോസ് പറയുന്നു, ഞാൻ കേട്ട ദൈവശബ്ദം, ദൈവകൃപ എനിക്ക് മതിയെന്ന്. എന്താ അതിന്റെ അർത്ഥം? എന്നെ ആക്രോശിക്കുന്നവരോട്, എന്നെ ആക്ഷേപിക്കുന്നവരോട് പൊറുക്കാനും ക്ഷമിപ്പാനുമുള്ള കൃപ. 2, എന്നെ തന്നെ മറച്ചിട്ട് വിനയപ്പെടുത്തുവാൻ, താഴ്ത്തി കൊടുക്കുവാനുള്ള കൃപ. 3, എന്റെ കഷ്ടതകളിലും പ്രശംസിപ്പാൻ, ദൈവഹിതം തിരിച്ചറിയാനുള്ള കൃപ. ആ കൃപ എനിക്ക് മതി. ആ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കുന്നു. God bless you all.